പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയുടെ അങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്, കാരപ്പാറ. നാലുപുറവും പറമ്പിക്കുളം വന്യമൃഗത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് ഒരു മൺസൂൺ റൈഡ് പോയാലോ? അതും ഒരു സാധാരണ സ്കൂട്ടർ. മഴയും മഞ്ഞുമെല്ലാം കൊണ്ട് പ്രകൃതിയെ അറിഞ്ഞ് മലമുഴക്കി വേഴാമ്പലിനെയും മലയണ്ണാനെയും എല്ലാം കണ്ട് നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു വരണം. നെല്ലിയാമ്പതിയിലേക്ക് ഒരു മൺസൂൺ റൈഡ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. താഴെ പോത്തുണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്നും വൈകിട്ട് 3 മണിക്ക് തുടങ്ങിയ യാത്ര നമ്മളിപ്പോൾ ആദ്യത്തെ വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം വന്നപ്പോഴേക്കും കാലാവസ്ഥ ആകെ മാറി തുടങ്ങിയിട്ടുണ്ട്. മഴ ചെറുതായിട്ടേ ഉള്ളെങ്കിലും നല്ല തണുപ്പുണ്ട്. നെല്ലിയാമ്പതിയിലേക്കുള്ള ഒരേ ഒരു പ്രൈവറ്റ് ബസ്സാണ് ഈ വരുന്നത്. ഇതിൻ്റെ ടൈമിങ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ 2-3 KSRTC ബസ്സുകൾ കൂടി ഇവിടത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അതിൻ്റെയും ടൈമിങ്സ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. യാത്രയെ സ്നേഹിക്കുന്നവർക്ക് അതിനുള്ള മനസ്സുണ്ടായാൽ മാത്രം നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിയിരിക്കും. മഴയെല്ലാം തുടങ്ങിയാൽ ഈ കാടിനൊരു പ്രത്യേക ചന്തം തന്നെയാണ്. അങ്ങനെ ചുരം കയറി നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. എല്ലാവരും മഴയും മഞ്ഞും കണ്ട് എൻജോയ് ചെയ്യുകയാണ്. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇവനൊക്കെ പ്രാന്താണ്, ഈ മഴയും പിടിച്ച് വീട്ടിലിരുന്നാൽ പോരെന്ന്. പക്ഷേ വീട്ടിലിരുന്നാൽ ഈ കാഴ്ചയൊന്നും നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. മഴയും മഞ്ഞും തൊട്ടറിഞ്ഞ് ഇങ്ങനെയൊരു യാത്ര പോകുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരിക്കും. 1.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ചുരത്തിൻ്റെ മുകളിലേക്ക് എത്താറായിട്ടുണ്ട്. നെന്മാറയിൽ നിന്നും ഏകദേശം നമ്മളൊരു 20 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാരപ്പാറയിലേക്ക് ഇനിയും ഏകദേശം 20 കിലോമീറ്റർ കൂടി യാത്ര ചെയ്യാനുണ്ട്. ഈ ചുരം താണ്ടി നമ്മൾ ആദ്യം എത്തുന്ന ടൗണ് കൈകാട്ടിയാണ്. അവിടെ നിന്ന് റോഡുകൾ 2ആയി പിരിയാണ്. ഒന്ന് നേരെ പോയി കഴിഞ്ഞാൽ പുലയമ്പാറ, സീതാർകുണ്ട് വ്യൂ പോയിൻ്റൊക്കെ പോകുന്ന റോഡാണ്. കൈകാട്ടിയിൽ നിന്ന് വലത്തേക്കുള്ള റോഡാണ് നമ്മൾ പോകുന്നത്. കേശവമ്പാറയും നൂറടിപ്പാലവും പിന്നിട്ടുള്ള യാത്രയിൽ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കേശവമ്പാറ വ്യൂ പോയിന്റിലേക്ക് എത്തിയപ്പോൾ കണ്ട കൗതുകമുള്ളൊരു കാഴ്ചയാണ് നെല്ലിയാമ്പതിക്കാരുടെ പ്രിയങ്കരനായ കാട്ടാന ചില്ലിക്കൊമ്പൻ്റെ സ്മരണാർത്ഥം സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് ബോർഡാണ് കാണുന്നത്. ഈ കാടുമായും വന്യജീവികളുമായും ഇന്ന് നാട്ടുകാർക്കുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. AVTയുടെ മണലാരു എസ്റ്റേറ്റിലേക്ക് കടന്നോടെ പച്ച പുതച്ച തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഈ റൂട്ടിലെ ഒരു കൊച്ചു ടൗണായ നൂറടിപ്പാലം പിന്നിട്ടതോടെ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം മാറി തുടങ്ങി. ഇനിയാണ് ഈ യാത്രയിൽ ഞങ്ങളെ ഏറ്റവും ത്രില്ലടിപ്പിച്ച സംഭവം ഉണ്ടായത്. മഴ നനഞ്ഞ കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെ പോകുന്നതിനിടയിൽ പെട്ടെന്നാണ് ഞങ്ങളുടെ ശ്രദ്ധ ഒരു അപൂർവ കാഴ്ചയിലേക്ക് തിരിഞ്ഞത്. ആ കാഴ്ച ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. മലമുഴക്കി വേഴാമ്പലുകൾ. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായ ഈ അത്ഭുത ജീവിയെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാട്ടിൽ നേരിട്ട് കാണുന്നത്. അട്ട കാലിലെല്ലാം കടിച്ചു കയറിയിട്ടും ക്യാമറ താഴെ വയ്ക്കാനേ തോന്നിയില്ല. ഈ അപൂർവ കാഴ്ചയ്ക്ക് മുമ്പിൽ അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. വലിയ ചിറകുകൾ വിരിച്ച് മരങ്ങൾക്കിടയിലൂടെ പറക്കുന്ന ആ കാഴ്ച ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മലമുഴക്കി വേഴാമ്പലിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. 2 വശത്തും നിറയെ കാപ്പിത്തോട്ടങ്ങൾ, അതിനിടയിൽ പടുകൂറ്റൻ മരങ്ങൾ, ഇടയിലെല്ലാം കാട്ടുപ്ലാവുകളും കാണാനുണ്ടായിരുന്നു. ഇതാണ് നെല്ലിയാമ്പതിക്കാരുടെ ചില്ലിക്കൊമ്പന് ശേഷം പ്രിയങ്കരനായ കാട്ടാന ചിന്നക്കൊമ്പൻ്റെ വിഹാരകേന്ദ്രം. പുതിയ ആളും നാട്ടുകാർക്ക് വലിയ ശല്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വന്നു കഴിഞ്ഞാൽ വയറ് നിറയെ ചക്ക തിന്നു പോകും. അത് തന്നെ.
അങ്ങനെ ഈ വഴി ഇവിടെ അവസാനിക്കുകയാണ്. നെല്ലിയാമ്പതിയിലെ ലാസ്റ്റ് ഗ്രാമമായ കാരപ്പാറ ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന കാഴ്ച ഒരു തൂക്കുപാലമാണ്. ചാലക്കുടി പുഴയുടെ തുടക്കമാണ് ഈ താഴെ കാണുന്ന പുഴ. ഇതിനു കുറുകെയാണ് ഈ തൂക്കുപാലം പണിതിരിക്കുന്നത്. പുഴയുടെ മറുവശം പറമ്പിക്കുളം വന്യമൃഗ സങ്കേതമാണ്. അപ്പുറത്തെ ട്രൈബൽ സെറ്റിൽമെൻറ്റിലുള്ള ആൾക്കാർക്ക് വന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തൂക്കുപാലം പണിതിരിക്കുന്നത്. കാടുകൾക്കിടയിലൂടെ നീണ്ടു കിടക്കുന്ന ഈ തൂക്കുപാലം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോൾ പാലം ചെറുതായിട്ട് ആടുന്നുണ്ട്. ഇവിടെ തുടങ്ങുന്ന ഈ വനമേഖല അങ്ങ് ഷോളയാർ ഫോറസ്റ്റ് വരെ നീളുന്നുണ്ട്. തിരിച്ചു പോരുന്നതിന് മുൻപ് അടുത്തുള്ള ഒരു ചെറിയ നാടൻ ചായക്കടയിൽ നിന്ന് ആവി പറക്കുന്ന ചൂട് കട്ടൻ ചായ ഒന്ന് കുടിച്ചു. ചായയുടെ ചൂടും പ്രകൃതിയുടെ തണുപ്പും ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. മനസ്സൊന്ന് തണുത്തതുപോലെ. അതാണല്ലോ ഈ യാത്രയുടെ സുഖം. ഇനി നാട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. ഒരു തൂക്കുപാലം കാണാനായി തുടങ്ങിയ യാത്ര. പക്ഷേ ഒടുവിൽ പ്രകൃതിയുടെ അനവധി സമ്മാനങ്ങളുമായാണ് മടങ്ങിയത്. ഓർമ്മകളിൽ എന്നും നിലനിൽക്കുന്ന ഒരു യാത്ര. ഇത്തരത്തിലുള്ള കൂടുതൽ യാത്രകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ യാത്രയുമായി വരും വരേക്കും നമസ്കാരം.